നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാണഞ്ചേരി പഞ്ചായത്തിലെ കണ്ണാറ ഒരപ്പൻകെട്ട് പദ്ധതി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുന്നംപറമ്പ് മണലിത്തറ ചിന്നിക്കര റോഡ് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പുന്നംപറമ്പ് ചിന്നിക്കര റോഡ് നിർമ്മാണത്തിലെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണക്കനി പദ്ധതി വിളവെടുപ്പ് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേലം മുക്കാട്ടുകര യൂണിറ്റ് സ്വപ്ന പദ്ധതി ഭവനം ടോണിയുടെ കുടുംബത്തിന് ഫാദർ പോൾ മാളിയമ്മാവ് താക്കോൽ കൈമാറി. വിശദമായ വാർത്തകളിലേക്ക്. ഒരപ്പൻകെട്ട് ടൂറിസം പദ്ധതി നിർമ്മാണോദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഒരപ്പൻകെട്ട് ടൂറിസം പദ്ധതി നിർമ്മാണോദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ഒരപ്പൻകെട്ട് ടൂറിസം പദ്ധതിയിലൂടെ കണ്ണാറ ഇനി നാം കരുതുന്നതിനേക്കാൾ വളർച്ചയിലേക്ക് പോകുമെന്ന് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്തു തന്നെ ഇന്ന് നിർമ്മാണോദ്ഘാടനം നടത്തുന്ന ഒരപ്പൻകെട്ട് പദ്ധതി പൂർണ്ണമായും പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പീച്ചിയിലും പരിസര പ്രദേശത്തും നടത്തുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു. മലയോര ഹൈവേയിലൂടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് ഒരപ്പൻകെട്ടിലേക്കും പീച്ചി ഡാമിലേക്കും യാത്രാ സൗകര്യം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെയും അതുവഴി ലഭിക്കാവുന്ന വിപണന വാണിജ്യ സാധ്യതകളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. കണ്ണാറയിലെ ഹണി ബനാന പാർക്കിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചും അതിന്റെ പുരോഗതിയെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. പട്ടയ വിതരണത്തിൽ 2016 മുതൽ ഇപ്പോൾ വരെയുണ്ടായ വർധനവിനെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചു. വികസനം കേവലം കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും നിർമ്മാണം മാത്രമല്ല എന്നും മന്ത്രി പറഞ്ഞു. പീച്ചി ഡാമിൽ നിന്ന് ഉത്ഭവിച്ച് മണലി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് 4.99 കോടി രൂപ മുടക്കി നടപ്പിലാക്കുന്ന ഡെവലപ്മെന്റ് ഓഫ് വിസിറ്റർ ഫെസിലിറ്റീസ് അറ്റ് ഒരപ്പൻകെട്ട് വാട്ടർഫോൾസ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കണ്ണാറ സെന്ററിൽ നടന്ന ചടങ്ങിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംബാസ് സ്വാഗതവും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം രേഷ്മ സജീഷ് നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിന ഷാജു, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ET ജലജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV അനിത, ആശാരിക്കാട് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് EM വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന രാധാകൃഷ്ണൻ, ബീന പൌലോസ്, അജിത മോഹൻദാസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VC സുജിത്, ജിനീഷ് പീച്ചി, അബൂബക്കർ, രാജു പാറപ്പുറം, CV ജൂസുട്ടി, ഗോപിനാഥൻ തറ്റാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4,99,00,000 അടങ്കൽ തുകയായി നിശ്ചയിച്ചിട്ടുള്ള ഒരപ്പൻകെട്ട് സാഹസിക ടൂറിസം കേന്ദ്രത്തിന്റെ ഔപചാരികമായിട്ടുള്ള നിർമ്മാണോദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി ആദ്യമേ സന്തോഷപൂർവ്വം അറിയിക്കാം. കണ്ണാറ ഇനി നാം കരുതുന്നതിനേക്കാൾ വലിയ വളർച്ചയിലേക്ക് പോകാൻ പോകും. ഞാനിങ്ങനെ നോക്കുമ്പോൾ കാണുകയാണ് ഗോപാലന്റെ നാമധേയത്തിലുള്ള ഒരു ഹാള് കൂടി ആശാരിക്കാട് ബാങ്ക് ഈ സെന്ററിൽ ആരംഭിച്ചു. കണ്ണാറ പഴയ കണ്ണാറയല്ല, മലയോര ഹൈവേ പുതിയതൊന്നുമല്ല എന്ന് എത്രയേറെ പറഞ്ഞാലും കണ്ണാറയുടെ വീതിയും വികസനവും കണ്ടാലും ഇവിടെ ആരംഭിക്കുന്ന പുതിയ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാകും കണ്ണാറ ഇനി പീച്ചി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയാണ്. അതിന്റെ ഭാഗമായി 5 കോടി രൂപയോളം അടങ്കൽ തുക നിശ്ചയിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരപ്പൻകെട്ട് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി
ഇവിടെ നമ്മുടെ DD സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലയിൽ ആദ്യമായി ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ നടക്കാൻ പറ്റുന്ന ഗ്ലാസ് ബ്രിഡ്ജും വളരെ സാഹസികമായി അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന നിലയിൽ വിളിക്കാൻ പറ്റുന്ന സിപ്പ് ലൈനും അടക്കം ഒരപ്പംകെട്ടുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ധാരാളമായിട്ട് ആളുകൾ വരാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് കടക്കുകയാണ്. സത്യത്തിൽ രേഷ്മ പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു മരണ വീട്ടിലേക്ക് പോയപ്പോഴാണ് ഈ കേന്ദ്രത്തിൽ ആദ്യം ഒന്ന് ചെന്നത്. അപ്പോഴാണ് ഒരപ്പംകെട്ട് നമുക്ക് വികസിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ആലോചന പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെയായി കൂടി ആലോചിക്കുന്നത്. ആരിങ്ങോട്ട് വരും, ആരിവിടെ പണമിറക്കും എന്നൊരു ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് മുതൽ തുടങ്ങുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ MLA-മാർക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന 20% തുക കോട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയിലേക്ക് നിർദ്ദേശം ചോദിച്ചപ്പോൾ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു മടിയുമില്ലാതെ കൊടുത്തത് ഒരപ്പംകെട്ടാണ്. പക്ഷെ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ടൂറിസം വകുപ്പിനെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കേന്ദ്രം വരുമ്പോൾ അതിൻ്റെ ടോയ്ലറ്റുകൾ അവിടെ ഉണ്ടാകണം, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കാണണം, പോകുന്ന വഴി ഒരുക്കണം. സ്വാഭാവികമായിട്ടും ഒരപ്പംകെട്ടിനെ പോലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ അങ്ങനെ തുറന്നിട്ടാൽ ധാരാളമായിട്ടുള്ള അപകടങ്ങൾ നടക്കുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ സംവിധാനങ്ങൾ വേണം. പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച പുന്നമ്പറമ്പ് മണലിത്തറ ചെന്നിക്കര റോഡിന്റെ ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വടക്കാഞ്ചേരി MLA CVR ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. 444 ലക്ഷം രൂപ ചെലവഴിച്ച് 6.5 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച റോഡ് തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡ്, മാണിക്കത്തറ പഞ്ചായത്തിലെ 3 വാർഡുകളും ഉൾപ്പെട്ട മേഖലയിലാണ് റോഡ് പണി തീർത്തിട്ടുള്ളത്. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് വാഴാനി ഡിവിഷൻ മെമ്പർ PS വിനയൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, തെക്കുംകര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, സബിത സതീഷ്, SIFL ഡയറക്ടർ മേരി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ PT മണികണ്ഠൻ, ഷൈനി ജേക്കബ്, VS സാജു, C സുരേഷ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ AK സുരേന്ദ്രൻ, KK നിഷാന്ത്, S രാജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PB പ്രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിലെ വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ സഞ്ചാര സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് PMGSY പദ്ധതി നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചത്. അത് വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രാമീണ മേഖലയിൽ നമ്മൾ റോഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ആലത്തൂർ മണ്ഡലത്തിൽ നേരത്തെ വേണ്ടത്ര റോഡുകൾ ലഭിച്ചില്ല എന്നുള്ള പരാതി മുന്നിൽ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ വർഷം ആരംഭത്തിൽ തന്നെ നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള PMGSY ഉൾപ്പെടുത്താൻ കഴിയുന്ന റോഡുകൾ ഏതാണ് എന്നത് കണക്കെടുക്കുകയുണ്ടായി. ഏകദേശം നമ്മുടെ കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര, തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം 29 റോഡുകളാണ് നമ്മൾ കണ്ടെത്തിയത്. അതുപോലെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ. നമുക്കറിയാം, എന്നും മണലിത്തറ റോഡ് ഒരു ബാരികേറാമലയാണ്. കാരണം എന്താ, ബസ് റൂട്ടുണ്ട്, പക്ഷേ അത് ജില്ലാ പഞ്ചായത്തിൻ്റെതാണ്. PWD റോഡുകൾ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾ എഴുതി കൊടുത്താലും PWDയുടെ പുതിയ ആസ്തി എന്ന രീതിയിൽ പുതിയ റോഡുകൾ ഏറ്റെടുക്കപ്പെടാതെ പോവുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെതായ അവശേഷിക്കുന്ന റോഡുകളാണ്. ഇപ്പം ഇന്നലെ 2 ദിവസം മുമ്പാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ വിനയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വെച്ച 1 കോടി രൂപ പൂമല റോഡ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ PWD പൊതുമരാമത്തിനെയാണ് ആളുകൾ പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് ആണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഞങ്ങൾ സന്നദ്ധരല്ല. അപ്പോൾ ആ റോഡും യഥാർത്ഥത്തിൽ ഈ റോഡിനോടൊപ്പം ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ
നിർദ്ദേശിച്ചതാണ് 2 റോഡ്. നമുക്കറിയാലോ, സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുന്നംപറമ്പ് ചെന്നിക്കര റോഡ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മുൻ എം പി രമ്യ ഹരിദാസ് പ്രതിനിധീകരിച്ച വേളയിൽ തെക്കുംകര പഞ്ചായത്തിലെ പ്രധാന റോഡായ പുന്നംപറമ്പ് ചെന്നിക്കര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി പ്രത്യേക താൽപര്യമെടുത്ത് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 4.5 കോടി രൂപ അനുവദിച്ച പദ്ധതിയുടെ നിർമ്മാണഘട്ടത്തിൽ നിർവഹണ ചുമതലയുള്ള LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കരാറുകാരനും ചേർന്ന് നടത്തിയ വൻ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VG സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഗുണമേന്മയില്ലാതെ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ച LDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എൽദോ തോമസ്, AR സുകുമാരൻ, K ബിരേഷ്, CP ജോൺസൺ, PV വിനയൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നേതാക്കളായ ബൈജു ആനിക്കൽ, PK അനിൽകുമാർ, AK വാവുട്ടി, KA കമു, PK അനിൽകുമാർ, സബീന AI, പ്രകാശൻ മലങ്കര, അലൂഷ്യസ്, CV വിജയൻ, അശ്വിൻ തമ്പി, വാസുദേവൻ കണ്ണകി, ഗിരീഷ് കുമാർ, അനീഷ് വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ പഞ്ചായത്തിന്റെ ഒരു ഏകദേശം ഈ കിഴക്കൻ മേഖലയുടെ മലയോര പ്രദേശത്തെ 5-8 വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന ഈ പഞ്ചായത്തിലെ ഒരു പ്രധാന റോഡ്. ഈ റോഡ് ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്തല്ല, ഇതിനു മുന്നേ ഉണ്ടായിരുന്ന LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്തും ഈ റോഡ് കുണ്ടും കുഴിയുമായി ഇതിലെ യാത്ര വളരെ ദുഷ്കരമായി ജനമനുഭവിക്കുന്നു. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി നിവേദനങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ കാലങ്ങളിലിരുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും മുന്നിൽ അവതരിപ്പിച്ചതാണ്. പല ജനപ്രതിനിധികളും ഈ റോഡിനെ ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ഇടപെടലുകളും നടത്താൻ മുന്നോട്ട് പോകാത്ത അവസ്ഥാവിശേഷമുണ്ടായി. പഞ്ചായത്ത് ഭരണസമിതിയുടെ മുന്നിൽ ഒട്ടനവധി സമര പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളതാണ്. അപ്പോഴാണ് കുമാരി രമ്യ ഹരിദാസ് ഈ പ്രദേശത്തെ ജനപ്രതിനിധിയായി കടന്നു വരുന്നത്. അവർ ഈ ജനപ്രതിനിധിയായി കടന്നു വരാൻ ഇലക്ഷൻ കാലത്ത് മത്സരിക്കുമ്പോൾ തന്നെ മണൽത്തറ, പുന്നംപറമ്പ്, വഴിയന്നുപാടം, ചെന്നിക്കര പ്രദേശത്തെയൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ അവരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ ജനപ്രതിയാകുന്ന പക്ഷം ഈ റോഡിൻ്റെ യാത്രാ സൗകര്യം സുഖകരമാക്കുന്നതിന് വേണ്ടി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. അവർ ആദ്യമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പങ്കെടുക്കുന്ന യോഗത്തിൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരാവശ്യമായി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ സൂചിപ്പിച്ചത് ഈ റോഡിന് നിങ്ങൾ ജനപ്രതിയാകുന്ന പക്ഷം മതിയായ ഫണ്ട് അനുവദിക്കണമെന്നുള്ളതാണ്. അവർ ജനപ്രതിയാകുകയും അവരുടെ ശ്രദ്ധയിൽ വീണ്ടും ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ റോഡിൻ്റെ ആവശ്യകതയെ പറ്റി സൂചിപ്പിക്കുകയുമുണ്ടായി. ആ സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 4.5 കോടി രൂപ ഈ പ്രദേശത്തെ റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടി അവർ MP ഫണ്ട് ഉൾപ്പെടുത്തി അനുവദിക്കുകയുണ്ടായി. ആ അനുവദിച്ച MP ഫണ്ടിൻ്റെ പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. അതിന് DPR അനുവദിക്കുന്നത്. ജില്ലാ കളക്ടറേറ്റിൽ നിന്നാണ് ഇതിന് അനുമതി ലഭിക്കുന്നത്. അനുമതി ലഭിച്ച ഫണ്ട് കൈമാറി എല്ലാ പ്രവൃത്തികളും രമ്യ ഹരിദാസ് ഇടപെട്ട് വല്ല ഗതിവേഗം വർദ്ധിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും
ഉദ്ഘാടനം ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പുരോഗതി വിലയിരുത്താനുള്ള മോണിറ്ററിംഗ് സമിതിയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒട്ടനവധി നിർമ്മാണ പ്രവർത്തികളുടെ അശാസ്ത്രീയത പലവട്ടവും ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൽ ഒരു ഇടപെടൽ നടത്താതെ മുന്നോട്ട് പോവുകയാണ്. ആവശ്യമായ വീതി ഈ റോഡിന് ലഭ്യമാക്കി കൊടുക്കുന്നതിന്റെ തൃശൂർ ജില്ലാതല നിക്ഷേപ സംഗമവും ബാങ്കേഴ്സ് മീറ്റും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കേരളത്തിൽ നിരവധി നിക്ഷേപങ്ങൾ കൊണ്ടുവരികയാണെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി നിരവധി സ്വകാര്യ നിക്ഷേപവും തൊഴിലും സൃഷ്ടിക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രമാണ് ജില്ലാതല നിക്ഷേപ സംഗമവും ബാങ്കേഴ്സ് മീറ്റും സംഘടിപ്പിച്ചത്. ജില്ലയിൽ നടപ്പിലാക്കിവരുന്ന വിവിധ നിക്ഷേപ പദ്ധതികളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും പദ്ധതിയുടെയും അവതരണം നടന്നു. സംരംഭകരും ബാങ്കുകളും തമ്മിലുള്ള മുഖാമുഖം പരിപാടിയും വ്യവസായം തുടങ്ങുന്നതിന് ആവശ്യമായ അനുമതികളുമായി ബന്ധപ്പെട്ട പാനൽ ചർച്ചയും സംഘടിപ്പിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളിൽ നൽകുന്ന അനുമതികളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നിക്ഷേപ പ്രോത്സാഹന നിയമങ്ങളെ കുറിച്ചിട്ടുള്ള അവബോധം ഉണ്ടാക്കുക തുടങ്ങി വളരെ ശ്രദ്ധേയമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ കേരളത്തിലും പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലും നിക്ഷേപങ്ങളും സംരംഭങ്ങളും വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കേരളം വിട്ട് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വണ്ടി പിടിച്ചു പോയവരൊക്കെ അതിനേക്കാൾ വേഗതയിൽ തിരിച്ചു വരാനുള്ള വണ്ടിയിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യമാണ്. പണ്ട് കേരളത്തെ കുറിച്ചിട്ടുള്ള ഒരു പൊതു അഭിപ്രായം അത് ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒരു വ്യവസായവും പച്ച പിടിക്കില്ല, ഇവിടെ ഉണ്ടാകുന്ന പലവിധത്തിലുള്ള സമരങ്ങൾ നമ്മുടെയൊക്കെ വ്യവസായങ്ങളെയും സംരംഭങ്ങളെയും നശിപ്പിക്കുന്ന വിധത്തിൽ വളർന്നിരുന്നു എന്നൊക്കെ പറയുന്ന മുത്തശ്ശി കഥകൾക്ക് എന്നേക്കുമായി വിരാമം കൊണ്ടുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ നിക്ഷേപക സംസ്ഥാനമായി കേരളം മാറിയതിന്റെ അഭിമാനകരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് നടന്നിട്ടുണ്ടായിട്ടില്ല. ഇപ്പോ കേരളത്തിന്റെ ഇന്ത്യയുടെ അധികാര തലസ്ഥാനത്ത് പോയി 14ാമത് നിന്നിരുന്ന കേരളം വ്യവസായ സൗഹൃദ നിക്ഷേപത്തിൽ 9ാമതായി, പിന്നെ 6ാമതായി. ഇത്തവണ പോയപ്പോ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിനെയും പരിശോധിച്ചുകൊണ്ട് അതിൽ പങ്കുള്ള വകുപ്പിന്റെ മേധാവിയാണ് ഞാൻ, റവന്യൂ വകുപ്പ്, മറ്റൊന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെ ഉൾപ്പെടെ പങ്കാളികളാക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ ഭരണയന്ത്രത്തെ ആകെ തിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കേരളത്തിലെ വ്യവസായ സൗഹൃദങ്ങൾക്ക് പറ്റി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി കേരളം മാറിയതിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണക്കനി പദ്ധതിയുടെ വിളവെടുപ്പ് സംഘടിപ്പിച്ചു. ഓണക്കനി പദ്ധതിയുടെ ഭാഗമായി നടത്തറ പഞ്ചായത്തിലെ താണിക്കുണ്ട് അന്നപൂർണ JLGയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, കുടുംബശ്രീ ചെയർപേഴ്സൺ ജീജ ജയൻ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കുടുംബശ്രീ വഴി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. CMP തൃശൂർ ഏരിയ സമ്മേളനം ചേറൂരിൽ പാർട്ടി കൺട്രോൾ കമ്മീഷൻ അംഗം PRN നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. ജോസ് മറോക്കി അധ്യക്ഷനായിരുന്നു. പ്രതിനിധി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സഖാക്കൾ AK സുദേശ് കുമാർ, VG അനിൽ, മിനി രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ലെമന്റ് രക്തസാക്ഷി പ്രമേയവും ശശി നെട്ടിശ്ശേരി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പ്രസാദ് സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിൽ പുതിയ 12 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. പുതിയ ഏരിയ സെക്രട്ടറിയായി ശശി നെട്ടിശ്ശേരിയെ തിരഞ്ഞെടുത്തു. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് ഓഗസ്റ്റ് 26 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹർജികൾ പരിഗണിക്കും. സിറ്റിംഗിൽ നിലവിലുള്ള പരാതികൾ പരിഹരിക്കുന്നതിനൊപ്പം പുതിയ പരാതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈന, പാഴ്സി വിഭാഗങ്ങൾക്ക് പരാതി നൽകുന്നതിന് കമ്മീഷനെ സമീപിക്കാം.
സിറ്റിംഗുകളിൽ നേരിട്ടോ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആജ്ഞേയ TC 9/1023 ശാസ്തമംഗലം തിരുവനന്തപുരം എന്ന വിലാസത്തിൽ തപാൽ വഴിയോ ഇമെയിൽ വിലാസത്തിലോ വാട്സ്ആപ്പ് നമ്പർ വഴിയോ പരാതി നൽകാവുന്നതാണ്. ഫോൺ 9746515133. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പോലീസും ഫയർഫോഴ്സും വലയെറിഞ്ഞു. തൃശൂരിൽ 3 നില കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവ് വലയിൽ കുടുങ്ങി. 3 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വല വിരിച്ച് ബലപ്രയോഗത്തിലൂടെയാണ് ഫയർഫോഴ്സ് യുവാവിനെ കീഴ്പ്പെടുത്തിയത്. മാനസിക അസ്വാസ്ഥ്യമുള്ളതായി സംശയിക്കുന്ന യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ 11 മണിയോടെയാണ് തൃശൂർ നഗരത്തിലെ KSRTC സ്റ്റാൻഡിന് സമീപം വെളിയന്നൂർ ആശാരിക്കുന്നിലെ 2 നില വീടിന് മുകളിൽ കയറി നിന്ന് യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. സംഭവം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഉടൻ തൃശൂർ ഫയർഫോഴ്സും ഈസ്റ്റ് പോലീസും സ്ഥലത്തെത്തി. 3 മണിക്കൂർ നേരം നഗരത്തെ മുൾമുനയിൽ നിർത്തിയ യുവാവിനെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സംയോജിതമായ ഇടപെടലിലൂടെയാണ് രക്ഷിക്കാനായത്. KLM മുക്കാട്ടുകര യൂണിറ്റിന്റെ സ്വപ്ന പദ്ധതിയായ ഭവന നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് ടോണിയുടെ കുടുംബത്തിന് കൈമാറി. ഇന്ന് ഭവനം ആശീർവദിച്ച KLM രൂപതാ ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് താക്കോൽദാനം നിർവഹിച്ച നമ്മുടെ വികാരിയച്ഛനും KLM ഫൊറോന ഡയറക്ടറുമായ ഫാദർ പോൾ പിണ്ടിയാൻ കൊച്ചച്ചൻ, ഫാദർ ഫ്രാൻസിസ് പുതുക്കര, KLM സംസ്ഥാന ഭാരവാഹികളായ ബിജു ചിറയത്ത്, ജോയ് മാളിയേക്കൽ, രൂപതാ ഭാരവാഹികളായ മോളി ജോബി, ബേബി വഴക്കാല, ഫ്രഞ്ചി ആന്റണി, ഫൊറോന ഭാരവാഹികളായ വർഗീസ് AC, ജോണി, ജോസഫ് ഇഗ്നേഷ്യസ്, ഭവനം മികച്ച രീതിയിൽ പണിതു തന്ന
ജോസ് ദാസ്, സ്റ്റാൻലി CJ, യൂണിറ്റിലെ ഭാരവാഹികൾ, മെമ്പർമാർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ധന്യമാക്കിയ എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി അറിയിക്കുന്നു. വാഴാനി ഡാമിലെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. ഇന്നലെ രാവിലെ 11ഓടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ PS സാൽവിന്റെ നേതൃത്വത്തിലാണ് 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. നിലവിലെ ജലനിരപ്പ് 60.32%. ഇത് സംഭരണശേഷിയുടെ 89.79%. ന്യൂനമർദ്ദ സാധ്യത മുന്നിൽ കണ്ടാണ് തുറന്നത്. പ്രാദേശിക സാഹചര്യങ്ങൾ വിലയിരുത്തിയും സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികൃതരുമായും കൂടിയാലോചിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയുമാണ് വടക്കാഞ്ചേരി പുഴയിലേക്ക് തുറന്നുവിട്ടത്. സ്പിൽവേ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഒരു ദിവസം 10 സെന്റിമീറ്റർ എന്ന രീതിയിൽ പരമാവധി 30 സെന്റിമീറ്റർ അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടും. ജലവിധാനം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് തുറന്നുവിടുന്നത്. പരമാവധി സംഭരണശേഷി 62.48 മീറ്ററാണ്. IHRDയിൽ UG PG ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മാവേലിക്കര IHRD കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ്, BCom, BAS, BCom ഫിനാൻസ്, BCom ടാക്സ് സെക്ഷൻ, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc ഇലക്ട്രോണിക്സ്, MCom ഫിനാൻസ് എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8547005046 അല്ലെങ്കിൽ 04. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. വീണ്ടും വാർത്തയിലേക്ക്. വിസ കാലാവധി കഴിഞ്ഞിട്ടും കേരളത്തിൽ തുടരുന്ന ശ്രീലങ്കൻ വനിത റിമാൻഡിൽ. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിയാരം ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി താമസിച്ചിരുന്ന ശ്രീലങ്കൻ വനിതയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റിക്കാട് സ്വദേശിയായ കാവുങ്കൽ വീട്ടിൽ സ്റ്റാൻലി എന്നയാളുമായി വിവാഹിതയായ ഇവർ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ കുറ്റിക്കാടുള്ള വീട്ടിൽ 2012 മുതൽ താമസിച്ചു വരുന്നതാണ്. ഇവരുടെ വിസ കാലാവധി 2020 ജൂലൈ 10 വരെയായിരുന്നു. തുടർന്ന് മേൽപ്പറഞ്ഞ വ്യക്തി വിസ പുതുക്കാതെ കേരളത്തിൽ തുടർന്നു വന്ന കാര്യത്തിനാണ് ഇവരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇവരെ തൃശൂർ വനിതാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ബിജു KK, ASI-മാരായ രജനി, ജിബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടെസി തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഹോൺ അടിച്ചതിലുള്ള വിരോധത്താൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച 2 പ്രതികൾ റിമാൻഡിലേക്ക്. ഊരകത്ത് ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച 2 യുവാക്കളെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു.
2025 ഓഗസ്റ്റ് 23 വൈകുന്നേരം 4:45 ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഊരകത്ത് വെച്ച് ഓട്ടോ ഡ്രൈവറായ ഊരകം കിസാൻ കോർണറിൽ മരത്ത് വളപ്പിൽ വീട്ടിൽ രാമചന്ദ്രൻ ഓട്ടോറിക്ഷയിൽ യാത്രക്കാരുമായി പോകുന്നതിനിടെ ബൈക്കിലെത്തിയ പ്രതികൾ ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കാതെ തടസ്സം സൃഷ്ടിക്കുകയും പലതവണ ബ്രേക്ക് പിടിച്ച് യാത്ര തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് രാമചന്ദ്രൻ ഹോൺ അടിച്ചതിൽ വിരോധം പുലർത്തി പ്രതികൾ രാമചന്ദ്രനെ തെറി വിളിക്കുകയും കഴുത്തിൽ പിടിച്ച് മർദ്ദിക്കുകയും ചെയ്ത കാര്യത്തിന് ഊരകം മാവിൻചോട് മാക്കൂത്ത് വീട്ടിൽ അജിൽ, മണ്ണുത്തി കാളത്തോട് പൊറ്റേക്കാട് വീട്ടിൽ നയൻ കൃഷ്ണൻ എന്നിവരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. അജിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ നിരോധിച്ചിട്ടുള്ള മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് ഉപയോഗിച്ചതിന് 2 കേസടക്കം 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നയൻ കൃഷ്ണ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പൊതുസ്ഥലത്ത് വെച്ച് പരസ്യമായി മദ്യപിച്ച ഒരു കേസിലെ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സുബിത്, ഷാജു MS, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ്, ശരത് കുമാർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. പാണഞ്ചേരി പഞ്ചായത്തിലെ കണ്ണാറ ഒരപ്പൻകെട്ട് പദ്ധതി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുന്നംപറമ്പ് മണലിത്തറ ചിന്നിക്കര റോഡ് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പുന്നംപറമ്പ് ചിന്നിക്കര റോഡ് നിർമ്മാണത്തിലെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണക്കനി പദ്ധതി വിളവെടുപ്പ് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേലം മുക്കാട്ടുകര യൂണിറ്റ് സ്വപ്ന പദ്ധതി ഭവനം ടോണിയുടെ കുടുംബത്തിന് ഫാദർ പോൾ മാളിയം മാവ് താക്കോൽ കൈമാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.